കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിൽ ഒരു തരത്തിലുള്ള അവ്യക്തതയുമില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നടപ്പിലാക്കും. തൊഴിലാളി യൂണിയനുകളുമായി ഒരു തർക്കവുമില്ല. സ്വകാര്യ ബസ് ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പദ്ധതി നടപ്പാക്കുമെന്നും സി.പി. ജോൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സനീറ്റ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യു.ഡി.എഫ് സർക്കാരിൻ്റെ അഭിമാന ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാനമായും നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ നമ്മളോട് വകുപ്പ് മന്ത്രി തന്നെയാണുള്ളത്. ന്യൂസ് മലയാളത്തോട് ചേരുന്നത്. ഇപ്പോഴും ഒരു അവ്യക്തത തന്നെയാണ്. അത്തരത്തിൽ ഈ സ്ത്രീകളുടെ ഈ പദ്ധതി എന്ന് നടപ്പിലാകും, ഇത് പൂർണ്ണമായും വിജയകരമാകുമോ എന്നുള്ളതൊക്കെ ആർക്കും അവ്യക്തതയില്ല. ജൂൺ 15-ാം തീയതി ഇന്ദിരാ ഗ്യാരണ്ടി കെഎസ്ആർടിസി നടപ്പാക്കും. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് കുറച്ച് ദിവസം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 15-ാം തീയതി സ്ത്രീകൾക്ക് ഇന്നില്ലാത്ത ആനുകൂല്യം, ഇതുവരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആനുകൂല്യം കേരളത്തിൽ ലഭിക്കും. മിനിസ്റ്റർ, മറ്റൊരു കാര്യം സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ചോദിക്കുന്നത്, എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സൗജന്യ യാത്രയുണ്ടോ, അതോ സെലക്റ്റഡ് ബസ് ആയിരിക്കുമോ? ഇതിൽ എത്ര ദൂരം നമുക്ക് സൗജന്യമായി യാത്ര ചെയ്യാം? അതിനൊക്കെ വേണ്ടിയാണ് ഈ സമയം എടുക്കുന്നത്. ഓരോന്ന് ചെയ്യുകയാണെങ്കിലും സിനാറിയോ 1 എല്ലാവർക്കും എല്ലാ ബസ്സിലും കൊടുത്താൽ ഇന്നത്, അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ത്രീകൾക്കിടയിൽ വിഭജനം ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? കെഎസ്ആർടിസി മാത്രമല്ല, നമ്മൾ കേരളത്തെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. നമ്മൾ ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടി കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന് ലാഭം എന്നുള്ള അർത്ഥത്തിൽ വല്ലതും ഇല്ലല്ലോ. അല്ല മിനിസ്റ്റർ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെഎസ്ആർടിസിയിലും ജീവനക്കാരുണ്ട്. അവർക്ക് പെൻഷനും ശമ്പളവും മുടങ്ങാത്ത തരത്തിലുള്ള ഒരു കൊടുക്കും. ഇപ്പം ഞാൻ വരുന്നത് അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. പെൻഷൻ കൊടുക്കാനുള്ള സിസ്റ്റം കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കെഎസ്ആർടിസിക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ജീവനക്കാർ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അല്ലെങ്കിൽ അവർക്ക് വലിയ തരത്തിലുള്ളൊരു ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അവർക്കൊരു വലിയ നഷ്ടമുണ്ടാകും. അവരുടെ മുന്നോട്ടുള്ള ജീവിതം അവരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഇനി പ്രൈവറ്റ് ബസ് എന്നുള്ളതിനേക്കാളും ഞാൻ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സാണ് അവരും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലേ? അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണും. അൺഫോർച്ചുനേറ്റ്ലി 30,000 ബസ്സുകൾ നമ്മുടെ സ്റ്റേറ്റ് അല്ലാതെ ഓൺ ചെയ്തിരുന്നു. സ്റ്റേറ്റ് ഒരു 5,000-6,000 ചെയ്തിരുന്നു. അപ്പോൾ ഒരു 35,000 എളുപ്പത്തിൽ വിചാരിക്കാം. ഇന്നിപ്പോൾ അത് 10,000 ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് 3-1 ഇതാണ് കുറേ വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇത് മുഴുവൻ പിണറായി വിജയനാണ് ഉത്തരവാദി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഫാക്റ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോഴും ഉറപ്പു നൽകുന്നത്.